ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ആളിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, വിസാൽ മീഡിയ എന്നങ്ങാണ്ടാണ് കേട്ടോ അതിൻ്റെ പേര്, ഫക്രുദ്ദീൻ. അദ്ദേഹം ഭയങ്കര ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കുട്ടക്കണക്കിന് കൊണ്ടുവന്ന് എൻ്റെ തലവഴിയെ ചൊരിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്. പക്ഷേ പ്രവാചകൻ പഠിപ്പിച്ച ഹദീസുമായിട്ടല്ലേ വന്നത്? ഈ പുസ്തകവുമായിട്ടല്ലേ വന്നത്? അതിനൊക്കെ പറഞ്ഞാല് ഇവരെ അനാവശ്യമായിട്ട് ഹരാസ് ചെയ്യുന്നെന്ന് പറയും. വേണ്ട, ഖുർആനും ഹദീസുമായിട്ടല്ലേ വന്നത്? അപ്പോൾ തന്നെ ചീറ്റിപ്പോയില്ലേ? ഇതിനകത്ത് എന്ത് തരത്തിലുള്ള ക്വാളിറ്റിയാണുള്ളത്? ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് പിൻപറ്റാൻ പറ്റുന്ന പുസ്തകമാണോ അത്? അതവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ളത് പ്രധാനമായിട്ടും എന്നെയും എൻ്റെ ഭർത്താവിനെയുമാണ്. ഒരു പോയിന്റ് ഇതാണ്, ഇക്ക വിശ്വാസിയും ഞാനൊരു യുക്തിവാദിയുമായിട്ട് ഞങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നു എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് ആരെ കാണിക്കാനാണ് ഫക്രുദ്ദീനെ? ആരെ കാണിക്കാനാണ്? നിന്നെ പോലെയുള്ള ആളുകളെ കാണിക്കാനോ? നിന്നെയല്ല, താങ്കളെ പോലെയുള്ള ആളുകളെ കാണിക്കാനോ? ഓ, ഭയങ്കര സംഭവമാണ് കേട്ടോ. ഫക്രുദ്ദീൻ എന്തൊക്കെയോ ആനയോ ചേനയോ ഒക്കെ പറഞ്ഞു വന്നു. സത്യം പറഞ്ഞ ഫക്രുദ്ദീന് തന്നെ ആ വീഡിയോ കണ്ടിട്ട് ലജ്ജ തോന്നണില്ലേ? കല്ല് വെച്ച നുണകളുടെ കൂമ്പാരമല്ലേടോ താനാ പറഞ്ഞതല്ല. ഇസ്ലാം മാത്രമാണ് പ്രശ്നക്കാരെന്ന് ഞാൻ പറഞ്ഞോ? ഇസ്ലാം മാത്രമാണ് ലോകത്തുള്ള സകല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞ വീഡിയോ കൂടി ഒന്ന് കാണിക്കണ്ടേ? നുണ പറഞ്ഞു മാത്രം ശീലിച്ചിട്ടുള്ള താങ്കളുടെ നാവ് കൊണ്ട് താങ്കൾക്കത് പറയാനേ കഴിയൂ. താറടിക്കുക എന്ന ഒരു വാക്ക് ഞാൻ പ്രയോഗിച്ചിട്ട് പോലുമില്ല. താങ്കൾ പറയുന്നത് എന്താ? ഒന്ന് ഓടിച്ചിട്ട് ഞാൻ അദ്ദേഹം പറഞ്ഞതൊന്ന് കേൾപ്പിക്കാം. മുമ്പ് ഞാൻ ഒരു പകുതി നേരത്തെ കേൾപ്പിച്ചതാണ്. എന്നാലും കുറെ സിനിമാ കഥയൊക്കെ പറഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ വലിയ കഴമ്പൊന്നുമില്ല. എന്നാലും കേൾക്കുക. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇസ്ലാമിനെ വളരെ മോശം രീതിയിൽ താറടിക്കുകയും അതേപോലെ മോശം ഫക്രുദ്ദീനെ, ഇസ്ലാം തന്നെ മോശമാണടോ. അതിനെ പ്രത്യേകിച്ച് ഇനിയും താറടിച്ച് കാണിക്കേണ്ട കാര്യമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സഹിഷ്ണുതയെന്നോ സാഹോദര്യമെന്നോ? അല്ലപ്പാ, സിൽമ്, സമാധാനമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ സമാധാനം വാരിച്ചൊരിയുന്ന മതം തന്നെയാണല്ലേ സമാധാനത്തിന്റെ മതം. ശരി, ഇസ്ലാമിനെ കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു ടീച്ചറാണ് ജാമിദ ടീച്ചർ. ഞാൻ ജാമിദ ടീച്ചർ പുതിയൊരു വീഡിയോ കണ്ടു. 4 ദിവസം മുൻപ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോ, ഒരു 14 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആണ് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത്. ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഒരു തല്ലിപ്പൊളി നാടകം, അതായത് ഇവരുടെ ഭർത്താവ് ഒന്നിച്ചിട്ട് ഒരു ഫാബ്രിക്. ആളെ കണ്ടാൽ തന്നെ മനസ്സിലായില്ലേ? തല്ലിപ്പൊളി ആൾക്കാര് കാണുമ്പോൾ ഏത് നല്ല നാടകവും തല്ലിപ്പൊളിയായിട്ടേ തോന്നുള്ളൂ ഫക്രുദ്ദീൻ. അത് ആരുടെയും കുഴപ്പമല്ല, നമ്മുടെ മനോഭാവത്തിന്റെ പ്രശ്നമാണ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന തല്ലിപ്പൊളി ചിന്താഗതി ഉണ്ടല്ലോ, അതുകൊണ്ടാണ് നമുക്ക് എല്ലാം തല്ലിപ്പൊളിയായിട്ട് തോന്നുന്നത്. തിമിരം ബാധിച്ച ആളുകൾക്ക് സകലതും അങ്ങനെയല്ലേ തോന്നൂ. അതുകൊണ്ട് കണ്ണടകൾ വേണം. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം. അപ്പോ ഈ കണ്ണ് മങ്ങിയിരിക്കുവാണ്, മഞ്ഞപ്പിത്തം പിടിച്ചവരെല്ലാം മഞ്ഞയായിട്ട് തോന്നൂലേ? അതുകൊണ്ട് തല്ലിപ്പൊളികൾക്ക് പിന്നെ എന്ത് നല്ല നാടകവും തല്ലിപ്പൊളിയായിട്ടല്ലേ തോന്നുള്ളൂ. വീഡിയോ എന്തിനാണ് ജാമിദ ടീച്ചർ ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിക്കുന്നത് എന്ന ഒരു ചോദ്യ ഉത്തരഭാവ രൂപത്തിലാണ് ആ വീഡിയോ ഉള്ളത്. അതായത് ഇവരുടെ ഭർത്താവ് ഒരു തികഞ്ഞ വിശ്വാസിയാണ്, ഒരു നല്ലൊരു വിശ്വാസിയായിട്ട് പോകുന്നു. ഇവരാണെങ്കിൽ യുക്തിവാദിയാണ്. അപ്പൊ യുക്തിവാദിയും വിശ്വാസിയുമായിട്ട് പോലും ആ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഇവർ പറയാതെ പറയുന്നത്. ഞാൻ അതിന്റെ കമന്റുകളൊക്കെ പറയാതെ പറയുന്നതല്ല ഫക്രുദ്ദീനെ, പറയല് തന്നെ. വരികൾക്കിടയിലൂടെ വായിക്കണ്ട. ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവും ഇതുവരെയില്ല. വിശ്വാസപരമായോ അനുഷ്ഠാനപരമായോ യുക്തിവാദപരമായോ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. 2 പേരും 2 സ്വതന്ത്ര വ്യക്തികളാണ്. ഭരണഘടന അനുശാസിക്കും വിധം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഈ ജനാധിപത്യ മര്യാദകളെ അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന 2 സ്വതന്ത്ര വ്യക്തികളാണ് ഞങ്ങൾ. അതുകൊണ്ട് 2 പേർക്കും ഏത് വിഷയത്തിലും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. അത് ഞങ്ങൾക്ക് 2 പേർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നുമുണ്ട്. അല്ല, ഞങ്ങളത് ഉൾക്കൊണ്ട് മുന്നോട്ട് സന്തോഷത്തോടെ പോകുന്നതാണോ ഫക്രുവിന്റെ പ്രശ്നം? ചോദിച്ചാണേ. വായിച്ചു. അവരിങ്ങനെ പാടി പുകഴ്ത്തി അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രണ്ടടി കൊടുക്കാനുള്ള സന്ദർഭങ്ങളിൽ 10 മടങ്ങ് കൊട്ടുന്ന ജാമിദ ടീച്ചർക്ക് നല്ല പിന്തുണയാണ് ആ വീഡിയോയിൽ കിട്ടുന്നത്. അപ്പൊ ആ വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ മനസ്സിലായില്ലേ
ഫക്രുദ്ദീന്റെ പ്രശ്നം എനിക്ക് കിട്ടുന്ന ജനപിന്തുണയാണ്. എന്ത് ചെയ്യാനാ? ഞാനായിട്ട് അതിനൊരു വലിയൊരു പ്രചാരണം കൊടുക്കുന്നില്ല, കാരണം അതിലൊരു നന്മ ഇല്ലാന്ന് തോന്നി. പക്ഷെ അവര് പറഞ്ഞൊരു അല്ല, ഫക്രുദ്ദീൻ ഭയങ്കര നന്മയുള്ള കാര്യങ്ങൾ എടുത്ത് വിളമ്പുന്ന ആളാ ആണാ? ഫക്രുദ്ദീനോട് ഞാൻ പറഞ്ഞു എനിക്ക് പ്രചാരണം തരാൻ. ഫക്രുദ്ദീൻ പ്രചാരണം തരാത്തത് കൊണ്ട് എന്റെ വീഡിയോയ്ക്കൊന്നും ആളില്ലേ, എന്നെ ആരും അറിയുന്നുമില്ലേ? അല്ല, കഴമ്പുള്ള കാര്യങ്ങൾ പറയണം. മറ്റുള്ളവരുടെ വിലപ്പെട്ട സമയമാണല്ലോ ഈ കവർന്നെടുക്കുന്നത്. താങ്കളുടെ ഈ വീഡിയോയിൽ എന്ത് നന്മയാണ് താങ്കൾ കാണുന്നത്? ഒന്നുമില്ല. മറിച്ച് ഞാൻ ചെയ്ത വീഡിയോയിൽ നന്മകളുണ്ട്, എമ്പാടും നന്മകളുണ്ട്. ഇസ്ലാമിനെ മാത്രം എന്തുകൊണ്ട് യുക്തിവാദികൾ വിമർശിക്കുന്നു? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വേദനയാണ് അദ്ദേഹം പങ്കുവയ്ക്കാൻ ശ്രമിച്ചത്. അത് ജാമിദയുടെ ഭർത്താവാണ് എന്നുള്ള ഒറ്റ കാരണത്താലാണ് ഈ വിസാൽ മീഡിയയുടെ ഉള്ളിൽ കിടക്കുന്ന ക്യാൻസർ പുഴുക്കളായി പുറത്തേക്ക് വമിച്ചത്. മറിച്ച് മറ്റൊരാളായിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാകത്തില്ലായിരുന്നു. മനസ്സിലായില്ലേ? ശരി. അവർ ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കണ്ടന്റ് ഇതാണ്: ഈ എന്തുകൊണ്ടാണ് ജാമിദ ടീച്ചറെ പോലെയുള്ള യുക്തിവാദികൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുന്നത്? വേറെയും ഒരുപാട് മതങ്ങളുണ്ടല്ലോ. യുക്തിവാദികൾക്ക് പ്രത്യേകിച്ച് മതങ്ങളൊന്നും ഇല്ല, ഒരു ഹിന്ദു അല്ല, ക്രിസ്ത്യാനി അല്ല, യുക്തിക്കനുസരിച്ച് നീങ്ങുന്ന ആളുകളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവർ ഇസ്ലാമിനെ മാത്രം ഇങ്ങനെ എതിർക്കാൻ കാരണം എന്നാണ് ഈ ഭർത്താവായ മനുഷ്യൻ ചോദിക്കുന്നത്. അപ്പൊ അതിന് കൊടുക്കുന്ന ഭാര്യയുടെ മറുപടിയാണ്. കൂട്ടത്തിൽ ഭർത്താവ് പറയുന്നുണ്ട്, ഞാൻ തികഞ്ഞ വിശ്വാസിയാണ്, എന്റെ മൂപ്പർ എന്തൊക്കെയോ ഇസ്ലാം കാര്യങ്ങളും പറയുന്നുണ്ട്. അതിന്റെ മറുപടി ഞാൻ പിന്നെ പറയാം. മൂപ്പരുടെ ഇസ്ലാം എന്താണെന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ടീച്ചർ വിസാൽ മീഡിയക്കാരന്റെ ഇസ്ലാം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. പക്ക നാട്യം പോരെ. ആളുകളെ കാണിക്കാൻ വേണ്ടി താൻ എന്തോ വലിയ ഇസ്ലാമിന്റെ മൂത്ത ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടി വന്നു നിന്ന് വ്യൂസിന് വേണ്ടി 5 or 6 ആളുകളെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പിടിച്ചിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞ് വിമർശിക്കുന്നു. അതല്ലാതെന്താ? എന്നെ കുറിച്ച് തന്നെ താങ്കൾ എന്താ പറഞ്ഞേ? ഇസ്ലാമിനെ മോശമായി താറടിച്ച് കാണിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും താറടിച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇസ്ലാമിലുള്ള മോശത്തനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, ഇസ്ലാമിലുള്ള വഷളത്തരങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമിലുള്ള മാനവിക വിരുദ്ധതകളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്, ജനാധിപത്യ വിരുദ്ധതകളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്, സ്ത്രീ വിരുദ്ധതകളെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്, ആനുകാലികമല്ല ഗോത്രീയതയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അല്ലാതെ താറടിക്കലൊക്കെ ഇവരുടെ രീതിയാ. പോയിന്റ് എങ്ങനെയാണ്? ഞങ്ങൾ ഇസ്ലാമിനെ എതിർക്കാൻ കാരണം ഇസ്ലാമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. ഒരു തരത്തിലും ഫക്രുദ്ദീനെ നുണ മാത്രം പറഞ്ഞ് ശീലിച്ച താങ്കളുടെ നാവിന് ഇത് പറ്റും. അതേ ഞാൻ പറയുന്നുള്ളൂ ഈ വിഷയത്തില്. ഇസ്ലാമാണോ ലോകത്തുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം? അങ്ങനെ ഞാൻ പറഞ്ഞോ? താങ്കളുടെ സബ്സ്ക്രൈബേഴ്സ് എങ്കിലും മനസ്സിലാക്കട്ടെ താങ്കളിലെ നുണകൾ എങ്ങനെയാണ് താങ്കൾ ഇങ്ങനെ ഭയങ്കര സ്പ്രെഡ് ചെയ്ത് ബൂം ചെയ്ത് പർവ്വതീകരിച്ച ആളുകളിലേക്ക് എത്തിക്കുന്നതെന്ന്. എന്താ പറയാ, ഒന്നിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന മതമാണ് ഇസ്ലാം എന്നാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ യുക്തിവാദികളെ വീണ്ടും നുണ ആവർത്തിക്കുന്നു. നുണകൾ മാത്രം പറഞ്ഞു ശീലിച്ച നാവിനോട് എത്രമാത്രം സത്യം പറയണമെന്ന് വിചാരിച്ചാലും ആ നുണയെ വരൂ. ഇസ്ലാമിനെ ഇങ്ങനെ സന്ദർഭങ്ങൾ മുഴുവനും വിമർശിക്കുന്നതും താറടിച്ച് കാണിക്കുന്നതാണ് ജാമിദ ടീച്ചർ പറയുന്നത്. അതോടൊപ്പം വീണ്ടും നുണ. എന്റെ പേരിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരല്പമെങ്കിലും തൊലിക്കട്ടിയുള്ള ഒരാളാണോ ഒന്ന് നോക്കണം. കാരണം ഞാനത് പിടിക്കും. എന്നെ കുറിച്ച് ഞാൻ പറയാത്തതാണ് പറഞ്ഞതെങ്കിൽ ഉളുപ്പും മാനവും ഉണ്ടെങ്കിൽ പറഞ്ഞത് പറയണം. പറയാത്തതാണ് പറയുന്നതെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓഡിയൻസിനോടെങ്കിലും തന്റെ സബ്സ്ക്രൈബേഴ്സിനോടെങ്കിലും നീതി പുലർത്തണം. ഇസ്ലാമിന്റെ നന്മ വാരിക്കൊരു ചൊരിയാമെന്ന ആളല്ലേ? കാസർഗോഡ് ഭാഗത്ത് ഒരാൾ ബൈബിള് കത്തിച്ചു. അതെങ്ങാനും ഒരു ഖുർആൻ കത്തിച്ചിരുന്നെങ്കിൽ ഒരു അവസ്ഥ എന്തായിരിക്കും? ഒരു മാനസിക രോഗി ചെയ്താണ് മാനസിക രോഗിയാണെന്ന് പോലീസ്. അല്ല, ഇയാള് മാനസിക രോഗിയാണെന്ന് ഫക്രുദ്ദീൻ എങ്ങനെ പറയും? അയാള് പറയുന്നു ഞാൻ ഇന്നുവരെ ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല, ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല. ഈ മാനസിക രോഗി എന്തുകൊണ്ടാണ് ബൈബിള് തന്നെ കത്തിച്ചത്? എന്തേ ഒരു ഖുർആൻ കത്തിക്കാൻ ഈ മാനസിക രോഗിക്ക് തോന്നാത്തത്? മാനസിക രോഗിക്ക് ബൈബിള് മാത്രം മനസ്സിലായല്ലേ? ആരോടാണ്? പിന്നെ ആദ്യം തന്നെ ഫക്രുദ്ദീൻ പറഞ്ഞു വെച്ചു തല്ലിപ്പൊളി നാടകക്കാരൻ. അതെന്താണ്ട് അന്വർത്ഥമായിരിക്കുന്നു. തല്ലിപ്പൊളി നാടകക്കാരന് ഇത് തന്നെയേ പറയാൻ പറ്റൂ. സർട്ടിഫിക്കറ്റ് ചെയ്ത ഒരാളാണ്. അപ്പൊ എവിടെയോ ഖുർആൻ കത്തിച്ചിന് പകരമായിട്ട് ഇവിടെ കാസർഗോഡ് ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് അവർ ചെയ്തത് ബൈബിൾ കത്തിച്ചത്. അതേപോലെ എന്ത് നുണയാണ് ഈ പറയുന്നത് അല്ലേ? കല്ല് വച്ച കള്ളത്തരങ്ങൾ പറയാൻ അപാരമായ തൊലിക്കട്ടിയാണല്ലോ. ഏത് ആശുപത്രിയിൽ കയറിയിട്ടാണ് ഫക്രുദ്ദീനെ മുഹമ്മദ് യൂസഫ് ബൈബിള് കത്തിച്ചത്? കാസർഗോട്ടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഇട്ടിട്ടാണോ കത്തിച്ചത്? എന്താ നോണകള് പറഞ്ഞ് താങ്കളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഒക്കെ ഒരു ദൈന്യത ഞാൻ മനസ്സിലാക്കണം. നിസ്സഹായാവസ്ഥ.
അപ്പൊ ഈ എൻ്റെ ഒരു വിഷയത്തിൽ മാത്രം ഏതാണ്ട് 2 മിനിറ്റ് കൊണ്ട് 20ഓളം നുണകൾ പറഞ്ഞ താങ്കൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് അരമണിക്കൂറൊക്കെ സംസാരിച്ചാൽ അതിനകത്തുണ്ടാകുന്ന നുണകൾ എത്രയായിരിക്കും? ഇവരെ കൈവിട്ട് ഇങ്ങനെ പ്രവാചക നിന്നയുടെ പേരിൽ കൈവിട്ട് ഇങ്ങനെ ഓരോരോ മറ്റേ വീടുകൾ കയറി മുജാഹിദ് കയറി ലഘുലേഖ വിതരണം ചെയ്തത് മതപ്രബോധനാണ്. ഇങ്ങനെ ഇസ്ലാമിന്റെ പേരിലാണ് എല്ലാ ക്രൈമുകളും നടക്കുന്നത് എന്നൊക്കെ ഇവർ പറയണത്. ഞാനൊന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞേ ഇസ്ലാമിന്റെ പേരിലാണ് എല്ലാ ക്രൈമുകളും നടക്കുന്നത് എന്ന് പറഞ്ഞോ? ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ നുണകൾ മാത്രമാണ് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ ഇതൊന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഞാൻ ഏറ്റവും നിയറസ്റ്റ് ആയ കുറച്ച് സംഭവങ്ങൾ പറയാം. ഒരു ക്രിസ്ത്യൻ പാതിരിയെയും അതിന്റെ ഭാര്യയെയും 2 കുട്ടികളെയും ചുട്ടുകരിച്ചു കൊന്നത് ഒറീസയിലാണ്. അതിന്റെ ആണ്ട് നേർച്ച പറത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു 10-20 വർഷങ്ങളായി ചെയ്തിട്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ജനുവരി 22 പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച് ഒറീസയിലെ 4ഓളം ചർച്ചുകളിലാണ് കാവിക്കൊടി കാട്ടിയത്. ഇതൊന്നും അസഹിഷ്ണുതയല്ലേ? അല്ല, ഇദ്ദേഹം ഒറീസക്കാരനാണോ? അല്ല, എനിക്ക് വലിയ നിശ്ചയമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഒറീസയിലെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് കേരളത്തിലെ കാര്യങ്ങൾ പറയും. ജോസഫ് മാഷിന് എന്താ സംഭവിച്ചത്? കൈവെട്ടിയതല്ല. ചേകനൂർ മൗലവിക്ക് എന്താ സംഭവിച്ചത്? എന്നെയും കൊല്ലാൻ 2 തവണ ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും അസഹിഷ്ണുതയല്ല. കേരളത്തിനകത്തുള്ള കാര്യം തന്നെ എമ്പാടുമുള്ളപ്പോൾ എന്തിനാണ് ഒറീസയിലേക്ക് പോകുന്നത്? നമ്മൾ കേരളക്കാരല്ലേ? ഇല്ല, ഫക്രുദ്ദീൻ ഏത് നാട്ടുകാരനാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ കേരളക്കാരിയാണ്. ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കാം. ഇതാ വേണ്ട, ഈ ഏറ്റവും അടുത്ത് അന്നപൂർണി എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായി. നയൻതാരയാണ് മുഖ്യ വേഷത്തിൽ. നെറ്റ്ഫ്ലിക്സ് ആണ് ആ സിനിമ എടുത്തിരുന്നത്. ഒടുവില് സംഘപരിവാർ പ്രവർത്തകരുടെ ഭീഷണി ഭയന്നിട്ട് നെറ്റ്ഫ്ലിക്സിന് ആ സിനിമ ഒഴിവാക്കി. ഞങ്ങൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ നയൻതാര ദി അഡാർ ലവ് എന്ന് പറയുന്ന സിനിമയുടെ ഒരു പാട്ടിനെ സംബന്ധിച്ച് എന്തു വലിയ വിവാദങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? 1921 എന്ന സിനിമ അലി അക്ബർ എടുക്കാൻ തുടങ്ങിയപ്പോൾ എന്തുമാത്രം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ വിഷയങ്ങളൊക്കെ വിട്ടിട്ട് ഒറീസയിലേക്കും ബോളിവുഡിലേക്കും ഒക്കെ പോണോ? അത് അല്പജ്ഞാനം കൊണ്ടാ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ തൽക്കാലം കണ്ണടയ്ക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാ. മാപ്പ് പറഞ്ഞിട്ട് ജയ് ശ്രീറാം പറഞ്ഞ് മാപ്പും പറയേണ്ടി വന്നു. എന്താ സംഗതി? ഇത്രയും വലിയ സഹിഷ്ണുതയുള്ള ഒരു മതമാണെന്ന് പറഞ്ഞിട്ട് ഈ സംഘപരിവാറുകൾ ഉദ്ദേശിക്കുന്ന മതം പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഹിന്ദു മതമല്ല കേട്ടോ. ഹിന്ദുമതവും ഹിന്ദു വിശ്വാസികളൊക്കെ വേറെ. ഈ സംഘപരിവാർ ചെയ്തു കൂട്ടുന്ന രംഗത്തിനൊന്നും കാണാതെയാണ് ജാമ്യം ധരിച്ചത് പറയുന്നത്. അപ്പൊ അന്നപൂർണി എന്ന് പറയുന്ന സിനിമയിൽ ഒരു അതല്ല ഫക്രുദ്ദീനെ, സംഘപരിവാരങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ? ഞാനങ്ങനെ പറഞ്ഞെങ്കിലല്ലേ താങ്കൾ ഇത് പറയാ? ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതും സ്വാഹ. ബ്രാഹ്മിൻ കുടുംബമാണ് ആ സിനിമയുടെ പശ്ചാത്തലം. ആ ബ്രാഹ്മിൻ കുടുംബത്തിൽ അമ്പലത്തിൽ നിവേദ്യം ഉണ്ടാക്കുന്ന ഒരു വീട്ടിലെ അച്ഛന്റെ മകളാണ് നയൻതാര. അവർക്കൊരു വലിയ ആഗ്രഹമുണ്ട്, ലോകം അറിയപ്പെടുന്ന ഒരു ഷെഫ് ആവണം എന്നുള്ളത്. അങ്ങനെ ഷെഫ് ആവാൻ വേണ്ടി അവർ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കും. പക്ഷേ ലോകത്തെ ഏറ്റവും മികച്ച ഷെഫ് ആവണമെങ്കിൽ നോൺ വെജ് കൂടി ഉണ്ടാക്കേണ്ടി വരും. പക്ഷേ അമ്പലവാസികളായ അമ്പലത്തിന് നിവേദ്യം ഉണ്ടാക്കുന്ന ഈ കുടുംബത്തിന് ചിക്കൻ കറി ഉണ്ടാക്കാനോ ബിരിയാണി ഉണ്ടാക്കാനോ പറ്റുമായിരുന്നില്ല. പക്ഷേ അതിനിടയിൽ അവർക്ക് ഒരു ആക്രമണം നേരിടുന്നു. ആ ആക്രമണത്തിൽ അവർക്ക് ടേസ്റ്റ് രുചി അറിയാനുള്ള അവളുടെ ഇന്ദ്രിയം നഷ്ടപ്പെടുന്നു. അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് അവള് ഏറ്റവും വലിയ ഷെഫാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പഠിക്കുന്നു, ചിക്കൻ കറി ഉണ്ടാക്കാൻ പഠിക്കുന്നു. അങ്ങനെ മത്സരത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച ഷെഫിനുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അവള് മുഖം ഈ മറ്റേ മഫ്ത ധരിച്ച് ഒരു ബ്രാഹ്മൺ പെൺകുട്ടി നിസ്കരിച്ചിട്ടാണ്. കാരണം ഒരു ഭക്ഷണത്തിന് ഓരോ സംസ്കാരം ഉണ്ടെന്നും ആ സംസ്കാരം കൂടി ഫില്ല് ചെയ്യുമ്പോൾ ആ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് അറിയുള്ളൂ എന്നാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ഇവർ നിസ്കരിച്ചിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കുന്നതും ഇവർ ഏറ്റവും മികച്ച ഷെഫ് ആവുന്നതുമാണ് ഈ സിനിമയുടെ പ്രമേയം. ഈ സിനിമ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് ഒരു ബ്രാഹ്മൺ പെൺകുട്ടി ബിരിയാണി ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കലഹം ഉണ്ടാക്കിയത്. സഹിഷ്ണുത അല്ല. സഹിഷ്ണുതയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണം. കലോത്സവത്തിന് റഫീഖ് മംഗലശ്ശേരി സംവിധാനം ചെയ്ത കിതാബ് എന്ന നാടകമുണ്ടായിരുന്നു. ഒന്ന് പറയാമോ? എന്തേ ആ നാടകം സ്റ്റേജിൽ കളിക്കാൻ കുട്ടികൾക്ക് കഴിയാതെ പോയത്? പെൺകുട്ടി ബാങ്ക് വിളിക്കുന്നു അല്ലേ? എന്താ പെണ്ണ് ബാങ്ക് വിളിച്ചാലെന്ന് ചോദിക്കുന്നു അല്ലേ? അപ്പൊ പറ്റിയില്ലല്ലോ. പെണ്ണിന് എന്താണ് സ്വർഗത്തിലുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോ അതും കൂടി പറയേണ്ടിയിരുന്നില്ലേ? ഇവിടെ സംസ്ഥാന കലോത്സവം വന്ന സമയത്ത് കോഴിക്കോട് വിക്രം മൈതാനിയില് ഈ കലോത്സവത്തിന്റെ ഉദ്ഘാടനം ഒരു തീവ്രവാദിയുമായി ബന്ധപ്പെട്ട ഒരു ആശയ വിശകലനമായിരുന്നു. അതിന്റെ പേരിൽ എന്ത് അട്ടഹാസം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഫ്ലാഷ് മോബ് കളിച്ചത് ഓർമ്മയുണ്ടോ? കുറച്ച് കുട്ടികൾ ക്യാൻസറിന്റെ ബോധവൽക്കരണത്തോടനുബന്ധിച്ചിട്ട്, അതോ എയ്ഡ്സ് ബോധവൽക്കരണമാണോ എനിക്ക് ഓർമ്മയില്ല.
പെൺകുട്ടികൾ തട്ടമിട്ട് പോയി, അതായിരുന്നു കാരണം. ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ഓണത്തിന് മുസ്ലിം പെൺകുട്ടികൾ തട്ടമിട്ട് തിരുവാതിര കളിച്ചു പോയി. എന്ത് അട്ടഹാസമാണ് ഇവിടെ ഉണ്ടാക്കിയത്, എന്ത് അട്ടഹാസമാണ് ഉണ്ടാക്കിയത്. താങ്കൾ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് 100 കാര്യങ്ങൾ ഈ കേരളക്കരയിലെ പറയാനുണ്ട്. താങ്കൾ ഒറീസയിലേക്ക് പോകുമ്പോൾ ഞാൻ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് തന്നെ പറയും. പെൺകുട്ടികൾ ബൈക്കോടിച്ചു പോയി, പെൺകുട്ടികൾ ഡാൻസ് കളിച്ചു പോയി. എന്ത് പ്രശ്നങ്ങളാണ് ഇവരിവിടെ ഉണ്ടാക്കിയത്. പെൺകുട്ടികൾ അത്തപ്പൂക്കളം ഇട്ടു, പ്രശ്നമായി. ഒന്നും വേണ്ട. നമ്മുടെ കൊയിലാണ്ടിക്കടുത്ത് ജസ്ന സലീം എന്ന പെൺകുട്ടി കണ്ണന്റെ ചിത്രം വരച്ചതിന്റെ പേരിൽ എന്തുമാത്രം അസഹിഷ്ണുതയാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. ഉസ്താദുമാർ എത്ര പേരാണ് ആ പെൺകുട്ടിക്ക് നരകം വാഗ്ദാനം ചെയ്തത്. വേറെ ഒരു പെൺകുട്ടിയുണ്ടല്ലോ, കാലിൽ ചിലങ്ക കെട്ടി എന്ന ഒറ്റ കാരണത്താൽ, അവൾ അമ്പലത്തിൽ നൃത്തം കളിച്ചു എന്ന കാരണത്താൽ സ്വന്തം ഉമ്മ മരിച്ചപ്പോൾ പള്ളിക്കാട്ടിൽ അടക്കാൻ പോലും തയ്യാറാകാത്ത ഇവരെ കുറിച്ചാണോ പറയുന്നത്? ഞാനൊരു വിശ്വാസിയല്ല. ഈ മതത്തിൽ നിന്ന് പുറത്തു വന്നു എന്ന ഒറ്റ കാരണത്താൽ തിരുവനന്തപുരം ജില്ലയിലെ പാളയം മഹല്ല് കമ്മിറ്റിയിൽ എന്റെ ഉമ്മച്ചി ഉണ്ടായിട്ട് കമ്മിറ്റിക്കാർ വിളിച്ചിട്ട് എന്റെ കൂടെ തന്നെയാണ് എന്റെ ഉമ്മ നിൽക്കുന്നതെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്ത് അസഹിഷ്ണുതയാണ് നിങ്ങൾ കാണേണ്ടത്? എന്നിട്ട് മുസ്ലിങ്ങൾക്ക് അസഹിഷ്ണുതയില്ല എന്ന് ആരോടാണ് ഈ പറഞ്ഞ് ബലിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഫക്രുദ്ദീനെ എത്ര ഒളിച്ചു വെച്ചാലും അതിന്റെ പരിമളം പുറത്തു വരിക തന്നെ ചെയ്യും. കാരണം എന്താണെന്നറിയാമോ? ഇന്നെല്ലാവർക്കും അറിയാം എന്താണ് ഇസ്ലാം എന്ന്, ഇസ്ലാമിനകത്ത് എന്താണുള്ളതെന്ന്. നിങ്ങൾ പറയുന്ന ഇസ്ലാമും പ്രാമാണികമായിട്ടുള്ള ഇസ്ലാമും തമ്മിൽ പുലബന്ധം പോലും ഇല്ലെന്ന് പബ്ലിക്കിനറിയാം. ആളുകൾ ഇങ്ങനെയാണോ? ആ സിനിമ എന്നെ കൂട്ടി, ആ സിനിമ നെറ്റ്ഫ്ലിക്സ് വിട്ടില്ല. മറ്റൊന്ന് എത്ര പേരെ പശു എന്താ പറയാ ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്നിട്ടുണ്ട്. എത്രയോ. ജുനൈദിന്റെ വിഷയമാണ് പറയുന്നതെങ്കിൽ ഇനിയും നമ്മുടെ ഫക്രുദ്ദീനിൽ നിന്നും സത്യമൊന്നും പ്രതീക്ഷിക്കണ്ട. സീറ്റ് തർക്കത്തെ തുടർന്ന് അടിവെച്ചതിന് ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞെഴുതി സത്യം പുറത്തു വന്നപ്പോൾ പിന്നീട് മിണ്ടിയില്ല. ഗർഭിണിയുടെ വയറ്റിൽ നിന്നും ശൂലത്തിൽ കുത്തി കുട്ടിയെ പുറത്തെടുത്തെന്ന് പറഞ്ഞു. ആരെയും കണ്ടില്ല. അഖ്ലാഖിനെയും ജുനൈദിനെയും ഒക്കെ നമ്മൾ ഇവിടെ കണ്ടു. പക്ഷേ ഈ ശൂലവും ഗർഭിണിയും ഒന്നും എങ്ങും പ്രത്യക്ഷപ്പെട്ടില്ല. നുണകൾ പറഞ്ഞ് ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ, ആവർത്തിക്കണ്ടല്ലോ. പാവങ്ങളായ വയോധികരായ ആളുകളെ ജയ് ശ്രീറാം വിളിക്കാൻ വേണ്ടി പറഞ്ഞ് അടിച്ചു എന്താ പറയാ കൊന്നു കളഞ്ഞിട്ടുണ്ട്. അല്ലാഹു അക്ബർ പറയാത്തതിന്റെ പേരിൽ എവിടെയെല്ലാം കൊലകൾ നടന്നിട്ടുണ്ട് ഇല്ലേ? ഇനി പറഞ്ഞു തരണോ? മഹാരാഷ്ട്രയിലെ രാജസ്ഥാനിലെ ഒരു ജീപ്പിൽ വരുന്ന കന്നുകാലി കച്ചവടക്കാരെ ജീപ്പ് കൊടുക്കനെ കത്തിച്ചു കൊന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഞാൻ കേരളത്തിൽ വന്നിറങ്ങിയ മനുഷ്യക്കടത്ത് പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതറിയാമോ? കന്നുകാലികൾ പോട്ടെ, താങ്കൾക്കെല്ലാം മഹാരാഷ്ട്ര, ഒറീസ, രാജസ്ഥാൻ ഒക്കെ ഉള്ളൂ. എന്തോ ഊപ്പി പറഞ്ഞില്ല. പക്ഷേ എനിക്ക് കേരളത്തിനകത്തുള്ള കഥകൾ തന്നെ പറയാനുണ്ട്. പറയുന്നത് അപ്പൊ ഇവരൊന്നും കാണാതെയാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഒരു പള്ളിയിലുള്ള ഒരു പാവം ഉസ്താദിനെ ഉസ്താദായുള്ള ഒരു കാരണത്തിൽ പള്ളിയിൽ കയറി വെട്ടിക്കൊന്നില്ലേ? ഏതെങ്കിലും ഉസ്താദുമാരുടെ സംഘടന? ചേകനൂർ മൗലവി ആരായിരുന്നു? ചേകനൂർ മൗലവി ആരായിരുന്നു? അദ്ദേഹത്തെ ആരാ കൊന്നത്? അതിലെ 13ാം പ്രതി ഇന്നും ഷെയ്ഖാണെന്ന് മറക്കരുത്. എന്താല്ലേ ഏകപക്ഷീയമായി ഇപ്പോൾ സംസാരിക്കുന്നത് ആരാണെന്ന് പബ്ലിക്കിന് മനസ്സിലാവട്ടെ. ഏതെങ്കിലും മറ്റൊരാൾക്കെതിരെ വിരോധ മുദ്രാവാക്യം വിളിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടുണ്ടോ? ആ ഉസ്താദിന്റെ ജീവൻ പോയി നമ്മൾ ഇതുവായിരുന്നു എന്നല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. ഉസ്താദുമാരുടെ സംഘടന അതിനെതിരെ ഏതെങ്കിലും മറ്റൊരാൾക്കെതിരെ വിരോധ മുദ്രാവാക്യം വിളിക്കുകയോ കൊല്ലുകയോ ചെയ്തിട്ടുണ്ടോ? മുദ്രാവാക്യം എത്ര വേണം? അരിയും മലരും കുന്തിരിക്കവും ഒന്നും ആരും മറന്നു പോയിട്ടില്ല, ആരും മറന്നിട്ടില്ല. പിന്നെ ഷാൻ എന്ന വ്യക്തിയെ ആരോ കൊന്നു. ഇനി BJP-ക്കാര് തന്നെയാകട്ടെ. നിരപരാധിയായ രഞ്ജിത്ത് ശ്രീനിവാസനെ 15 SDPI പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കൊന്നു. അല്ലാഹു അക്ബർ വിളിച്ചിട്ടാ കൊന്നത്. ജോസഫ് മാഷിന്റെ കൈ വെട്ടിയത് അല്ലാഹു അക്ബർ വിളിച്ചിട്ടാ. ആ ഉസ്താദിന്റെ ജീവൻ പോയി നമ്മൾ ഇതുവായിരുന്നു എന്നല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ കേരളത്തിൽ നടക്കുന്ന ഒരു കേസാണ്. ഒരു ക്രിസ്ത്യൻ ചങ്ങായി മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രത്തിന് ഒരു ബോംബ് വെച്ചിട്ട് 8 പേരെ കൊന്നില്ലേ?
അതൊരു ഞെട്ടൽ ഇവർക്കില്ലല്ലോ. എന്തല്ലേ, ഇവരോടൊന്നും പറഞ്ഞിട്ടൊരു കഥയുമില്ല. ദീപാവലി ദിനത്തില് കോയമ്പത്തൂർ സംഘമേശ്വര ക്ഷേത്രത്തിന് സമീപം ജമീഷ മുബിൻ എന്ന 22-കാരൻ കാറ് നിറയെ സ്ഫോടക വസ്തുക്കളുമായി പോയി പൊട്ടിത്തെറിച്ചു. നമ്മുടെ കാസർഗോഡ് നിന്ന് പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോയ ആ പയ്യനുണ്ടല്ലോ, അവൻ ഒരുപാട് പേരെ കൊണ്ടുപോയി ഐസിസിലേക്ക്. എന്നിട്ട് അവൻ ഒരുപാട് ക്ലിപ്പുകൾ ഇങ്ങനെ വിട്ടുകൊണ്ടേയിരുന്നു. എന്നിട്ട് അയാൾ എന്താ പറഞ്ഞത്? നമുക്ക് കുഫാറുകളെ ഇല്ലാതാക്കണം, അത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് ഒരു ബോഗി കത്തിക്കണം, അതല്ലെങ്കിൽ ഒരു ട്രെയിൻ തള്ളി മറിച്ചിട്, ഒരു പിസ്റ്റളെങ്കിലും എടുക്ക്, അങ്ങനെയെങ്കിലും കൊല്ല്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ്. ഈ അടുത്തുള്ള സംഭവമാണ് പറയുന്നത്. അപ്പൊ ഏകപക്ഷീയമായിട്ട് കണ്ടിട്ട് ഇസ്ലാമിനെ എതിർക്കുന്നത് യുക്തിവാദികളുടെ ലൈനാണ്. യുക്തിവാദികളുടെ ഞാൻ ഈ ഭർത്താവിനെയും അതല്ല, ഏകപക്ഷീയമായിട്ടല്ലല്ലോ പറഞ്ഞത്, വിഷയാധിഷ്ഠിതമായിട്ടല്ലേ പറഞ്ഞത്. ആ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് മറുപടി ഇല്ലാത്തത് നമ്മൾ എന്ത് ചെയ്യാനാണപ്പാ? ിട്ട് വളരെയധികം സ്നേഹസമ്പന്നരാണ് ഞങ്ങൾ. അതിന്റെ ചുളിവിൽ കൂടെ ഇസ്ലാമിനെ വീണ്ടും വിമർശിക്കുകയാണ്. അല്ലാതെ ജാമിദ ടീച്ചർ അല്ല, ഞങ്ങൾ സ്നേഹസമ്പന്നരാണ് എന്നതുകൊണ്ട് ഇസ്ലാമിനെ വിമർശിക്കാൻ ഞങ്ങൾ ആരും വന്നിട്ടില്ല. അദ്ദേഹം നേരിട്ട ഒരു ചോദ്യം, അദ്ദേഹം ആ ചോദ്യത്തിന് മറുപടി എന്നോട് ചോദിച്ചു, ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. അതിന്റെ ഇക്ക പറഞ്ഞിട്ടില്ലെങ്കിൽ ഇസ്ലാമിനെ ഞാൻ വിമർശിക്കാറില്ലേ? ഇനി എനിക്ക് വിമർശിക്കാൻ അങ്ങനെ ഒരു കാരണത്തിന്റെ ആവശ്യമുണ്ടോ? എന്ത് ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് താങ്കൾ ഈ പറയുന്നത്? വീഡിയോക്ക് മറുപടി പറയാനൊന്നും വിസാൽ മീഡിയക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഇങ്ങനെ 2-3 ആളുകൾ അല്ല, എനിക്ക് താല്പര്യമുണ്ടോ താങ്കളുടെ വീഡിയോ കാണാനും അതിന് മറുപടി പറയാനും? അല്ല, താങ്കൾക്ക് എന്റെ വീഡിയോയ്ക്ക് മറുപടി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ താങ്കൾ എന്തോ വലിയ ഒരാളും നമ്മളൊക്കെ തീരെ താഴേക്കിടയിലുള്ള ആളുമാണെന്ന് തോന്നിപ്പോകുന്നല്ലോ. എന്നാൽ തിരിച്ച് ഞാനും പറയാം, ഞാൻ ഒരിക്കലും താങ്കളുടെ ഒരു വീഡിയോയ്ക്ക് റെസ്പോണ്ട് ചെയ്തിട്ടില്ല, ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. ഇതിപ്പോ എന്നെ കയറി ചൊറിഞ്ഞത് കൊണ്ടാണ് എനിക്ക് മാന്തി പൊളിക്കേണ്ടി വന്നത്. ഇവർ കണ്ടില്ലേ, ഇവർ ഇത്രയും വിശ്വാസിയും അവിശ്വാസിയും ആയിരുന്നിട്ട് പോലും ഇവർ ഇത്രയും സ്നേഹത്തോടെ കഴിയുന്നത് അങ്ങനത്തെ ഒരു ധ്വനി ഉണ്ടാക്കാനാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ധ്വനി ഉണ്ടാക്കേണ്ടത് ഫക്രുദ്ദീനെ പോലെയുള്ള ആളുകളാണ്. കാരണം നുണകളിൽ കെട്ടിപ്പൊക്കിയ ഇസ്ലാമും നുണകളിൽ കെട്ടിപ്പൊക്കിയ ആശയവുമാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹം വാ തുറന്നാൽ നുണ മാത്രമേ പറയൂ. അപ്പൊ നിങ്ങൾക്കാണ് അങ്ങനെ വച്ചുകൂട്ടി ഒരെണ്ണം ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എന്റെ ഫാമിലി ഹാപ്പിയാണ് എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യമുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതില്ല. എന്താ പറഞ്ഞാൽ എനിക്ക് മുസ്ലിം സുഹൃത്തുക്കൾ ആരുമില്ല, എനിക്ക് ഹിന്ദു സുഹൃത്തുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്റെ ചെറുപ്പത്തിൽ ഹിന്ദു സുഹൃത്തുക്കൾ ഉണ്ടാവും, എന്റെ വീട്ടുകാരെ എതിർത്തിരുന്നു. ഏതെങ്കിലും മുസ്ലിം വീടുകൾ അങ്ങനെ ചെയ്യോ? സത്യം പറഞ്ഞ് ശീലമില്ല ഫക്രുദ്ദീൻ അല്ലേ? അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ചുട്ടയിലെ ശീലം ചുടല വരെ എന്നല്ലേ? ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. അങ്ങനെ ഓരോ കുടുംബത്തിനും ഓരോ പശ്ചാത്തലമാണ്. ഇക്ക പറഞ്ഞതല്ല ഫക്രുദ്ദീൻ തന്റെ ഓഡിയൻസിനോട് പറയുന്നത്. അതുകൊണ്ട് പറയണ്ടല്ലോ, അദ്ദേഹം വായിൽ തോന്നുന്നത് പറയുന്നു. ഞാൻ നോക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കേൾപ്പിച്ചിട്ടാ പറയുന്നത്. ഒരു ഭാഗവും ഞാൻ സെൻസർ ചെയ്തിട്ടില്ല, ഒരു ഭാഗവും കട്ട് ചെയ്തു മാറ്റിയിട്ടില്ല, ഒന്നും ഞാൻ വച്ചുകൂട്ടി ഉണ്ടാക്കിയിട്ടുമില്ല. ഇതിനകത്ത് വേറൊരു സാധനം വേണം, ഇതിനകത്തും വേറൊരെണ്ണം വേണം. അതില്ലാത്ത ഫക്രുദ്ദീൻ ഇതൊക്കെ ചെയ്യൂ. എന്റെ മക്കൾ ഹിന്ദുവിനോട് മുസ്ലിമിനോട് കൂട്ടുകൂടിക്കോട്ടെ, കച്ചറ ടീമിനോട് കൂട്ടുകൂടുമ്പോൾ ഇത് അറിഞ്ഞിട്ടാവും. അത് മതം നോക്കിയിട്ടല്ല. അതല്ല ഫക്രുദ്ദീനെ, ഫക്രുദ്ദീന്റെ കുടുംബത്തിലുള്ളതുപോലെ തന്നെയാണ് എല്ലാവരും എന്ന് വിചാരിക്കരുത്. മഞ്ചേരിക്കടുത്ത് നമ്മുടെ ഫാദർ അലവിയുണ്ട്, അലവി അച്ഛൻ. അദ്ദേഹത്തിന്റെ ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാൻ പറ്റും. ഒരു കാല് തുടക്കി താഴോട്ടില്ല, സ്വാധീനമില്ല. എന്താ കാരണം? ബൈബിള് വായിച്ചതിന്റെ പേരിൽ സ്വന്തം പിതാവ് എടുത്തെറിഞ്ഞതാ പുറത്തേക്ക്. കാല് വയ്ക്കാൻ പോലും പറ്റില്ല. ഞങ്ങളുടെയൊന്നും വീടുകളിലെ ഞങ്ങളെ ആരെയും ശങ്കരന്റെ ഏതെങ്കിലും ശ്ലോകമോ, ശങ്കരൻ പിന്നെയും ശ്ലോകം ചൊല്ലി നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാ. മലമയി ശയ്യാച്ച സാമ്പൽസരി, സംവത്സരങ്ങളോളം എന്റെ മലവും മൂത്രവും ശയ്യയാക്കിയിരുന്ന ആളായിരുന്നു എന്റെ അമ്മ. ഒന്നും വേണ്ട. ഇക്കഴിഞ്ഞ ദിവസം കാനത്തിൽ ജമീല അവരൊരു പ്രസംഗം നടത്തുന്നുണ്ട്. അവരൊരു സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാമിന് പോയപ്പോ ആ സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ഒക്കെ പറയുകയാണത്രേ, ഞങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് സ്കൂളിലെ പുസ്തകത്തിൽ ഇതൊന്നും വായിക്കാൻ പറ്റുന്നില്ല, വീട്ടുകാര് സമ്മതിക്കുന്നില്ല, ശങ്കരന്റെയും കാളിയമർദ്ദനവും ശ്രീകൃഷ്ണന്റെയും ഇതൊന്നും വായിക്കാൻ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നില്ല.
അങ്ങനെയുള്ള ഈ കേരളക്കരയോട് ഇദ്ദേഹം ഈ അസഹിഷ്ണുത ഒന്നും ഇല്ലാന്നും പറഞ്ഞു വരുന്നത്? സ്വഭാവം നോക്കിയിട്ടല്ലേ? അപ്പൊ ഇയാൾ പറയണത് ഫുള്ള് തെറ്റാണ്. അപ്പൊ ഇങ്ങനെ അല്ല, ഇക്കാടെ ശരിയും തെറ്റും നോക്കുന്നതിന് മുമ്പ് താങ്കൾ ഫുള്ളി തെറ്റാണല്ലോ. ഇക്കായ്ക്കൊരു വിരലില്ല, താങ്കൾക്കൊരു കയ്യേ ഇല്ല, പിന്നെ എന്ത് കുറ്റമാണ് താങ്കൾ ഈ പറയുന്നത്? ചെറിയ ചെറിയ തെറ്റുകൾ ഏറ്റുപിടിച്ച് താങ്കൾ എന്തോ വലിയ ഒരു സംഭവം. ശരിയാണ്, താങ്കളുടെ സബ്സ്ക്രൈബേഴ്സിന് താങ്കൾ സംഭവമായിരിക്കും, അതങ്ങനെ ഇരിക്കട്ടെ. ഒന്നാമത് മനസ്സിലാക്കുക ഇസ്ലാം എന്ന് പറഞ്ഞതാണ് എന്താന്നുള്ളത് ആദ്യം അറിയേ. ഓ പുതിയ വിജ്ഞാനം. ശരി, എന്താണ് ഇസ്ലാം? താങ്കൾ അങ്ങ് പറ. കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മുസ്ലിം പറയണ്ടുള്ളൂ. അത് ശരിയാണ് കേട്ടോ. മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചാൽ വെറും ഒരു മുസ്ലിം നാമധാരി മാത്രമേ ആകൂ. ഇസ്ലാം അറിയണം, ഇസ്ലാമിനെ പേറണം, അങ്ങനെ ജീവിക്കണം. കാരണം മുസ്ലിം ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടുകയും വേണം, മതത്തിലെ ആനുകൂല്യം കിട്ടും. മതത്തിലെ ചോറ് കിട്ടുന്നു, നിബിദിനത്തിന് പായസം കിട്ടുന്നു, മരിച്ച പള്ളിക്കട്ടി കബറടക്കുന്നു. ഇതൊന്നും അല്ല മുസ്ലിം എന്ന് പറയുന്ന അടിസ്ഥാന കാറ്റഗറിയാണ്. ഇവർക്ക് വീഴാനൊന്നുമില്ല, ഇവൻ പ്ലാറ്റ്ഫോമിന്റെ ആളാണ്. ഇവൻ ആ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ നിൽക്കണമാണ്. കാറ്റഗറി ഇങ്ങനെ ഈമാൻ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. ആ ഈമാൻ എന്ന കാറ്റഗറി വരുമ്പോഴാണ് നമുക്ക് റെസ്പെക്ട് ഉണ്ടാവുക ഏത് മതക്കാരോടും, മറ്റു വിശ്വാസങ്ങളോടും. അല്ല, അങ്ങനെ റെസ്പെക്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഇപ്പോ ചോദിച്ചതാ. താങ്കൾ പറയുന്ന ഈമാനികമായ റെസ്പെക്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഒളിച്ചു തരാം. ാണ് സ്വന്തം മതം. അപ്പോഴാണ് വാല്യൂസുകൾ ഉണ്ടാവുക. അപ്പൊ നമുക്കൊരു ഭയവും ഭക്തിയൊക്കെ ഉണ്ടാവും. ഞാൻ അങ്ങനെയൊന്നും പറയരുത്, മറ്റു മതങ്ങളെ നമ്മൾ കുറ്റം പറയരുത്, നമ്മുടെ മതങ്ങളെ കുറ്റം പറയാൻ കാരണമാവും എന്ന തോന്നലുണ്ടാവുക ഈമാൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഉണ്ടാവും. അപ്പൊ എന്റെ കല്യാണത്തില്, എന്റെ വിശ്വാസത്തില്, എന്റെ സംസാരത്തിലൊക്കെ ഒരു ഈമാനിക പ്രഭ, ഒരു ഈമാനികമായ ഒരു ജാഗ്രത, ഒരു ഈമാനികമായ റഹ്മത്ത് ഉണ്ടാവും. ഇനി ഒരു മുഹ്സിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, അവർക്കൊന്നും ഇപ്പൊ നമ്മൾ എത്തില്ല. അതൊക്കെ വലിയ സൂഫിയാക്കളും പ്രവാചകന്മാരും സിദ്ദീഖീങ്ങളും അങ്ങനൊന്നും പറയല്ലേ. മുഹ്സിൻ ആവില്ലേ നമ്മള്? നമുക്ക് ഇഹ്സാൻ ഉണ്ടാവില്ലേ? നമുക്ക് ഇഹ്സാൻ ഉണ്ടല്ലോ, ആർക്കുമില്ലെങ്കിലും താങ്കൾക്കില്ലേ ഇഹ്സാൻ? എന്താണ് ഇഹ്സാൻ? ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ, ഇത് മൂന്നും വേണം ഒരു വിശ്വാസിക്ക്. ഇത് മൂന്നും താങ്കൾക്കില്ല. ഞാൻ പ്രൂവ് ചെയ്തു തരാം. താങ്കൾക്ക് ഈമാനുമില്ല, ഇസ്ലാമുമില്ല, ഇഹ്സാനുമില്ല. ഈമാൻ പൂർണ്ണമായും അള്ളാഹുവിലുള്ള അർപ്പണബോധത്തോടുകൂടിയുള്ള വിശ്വാസം. താങ്കൾക്കതുണ്ടോ? അതുണ്ടെങ്കിൽ താങ്കൾ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുമായിരുന്നില്ല. ഇസ്ലാം, സമർപ്പണം ഉണ്ടോ താങ്കൾക്ക്? സിൽമ് ഇല്ല. 3 ഇഹ്സാൻ, അള്ളാഹുവിനെ ഞാൻ കാണുന്നുണ്ട്, അള്ളാഹു എന്നെ കാണുന്നില്ലെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഈ കല്ല് വെച്ച നുണകളൊക്കെ താങ്കൾ പറയുമായിരുന്നോ? പറയുമായിരുന്നില്ല. എടുത്തു. നിങ്ങളൊക്കെ ഒരു മേഖലയാണ് എന്ന് പറയുന്ന ആ ഒരു മേഖല. ആശുപതാക്കളുടെയും സാലിഹീങ്ങളുടെയും സിദ്ദീഖീങ്ങളുടെയും അമ്പിയാക്കളുടെയും മേഖല. അപ്പൊ ഈമാൻ എന്ന കാറ്റഗറിയുള്ള ആളുകളെ കണ്ടാൽ എങ്ങനെ മനസ്സിലാവാം? അടയാളം ഓന്റെ ജീവിതം എന്ന അടയാളം, ഓന്റെ വാക്കിലെ ഒരു മാന്യത ഉണ്ടാവും, ഓന്റെ പ്രവൃത്തിയിലെ ഒരു ഇസ്ലാമിന്റെ സൗന്ദര്യം ഉണ്ടാവും. പ്രവാചകൻ ഈ ഇദ്ദേഹം പറയുന്നത് പ്രകാരം ഒരു മുസ്ലിം അല്ലാതെ ഞാൻ സ്ഥാപിച്ചു തരാം. പ്രവാചകന്റെ വാക്കിൽ ഇദ്ദേഹം പറഞ്ഞ ഈമാനും ഇസ്ലാമും ഇഹ്സാനുമില്ല. പ്രവാചകന്റെ പ്രവൃത്തിയിലില്ല, പ്രവാചകന്റെ മൊറാലിറ്റിയിലില്ല. പറഞ്ഞുതരാം. ഒരിക്കൽ പ്രവാചകൻ ഇസ്ലാമിനെ വിമർശിക്കാൻ ഇദ്ദേഹമായിട്ട് കാരണം ഇട്ടു തന്നതാണ്. ഞാൻ ഇതൊന്നും പറയണമെന്ന് വിചാരിച്ച ആളല്ല. ഒരിക്കൽ പ്രവാചകൻ ആയിഷയുടെ വീട്ടിലേക്ക് വരുന്നു. ഭാര്യയാണ്. ആയിഷയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു മനുഷ്യനെ അവിടെ കാണുന്നു. ഉടനെ തന്നെ പ്രവാചകൻ അലിയെ വിളിച്ചു, അയാളുടെ തലയെടുത്തു വരാൻ പ്രഖ്യാപിച്ചു. അങ്ങനെ അലി ഊരിപ്പിടിച്ച വാളുമായി അയാളുടെ പിന്നാലെ പോയി. പ്രവാചകൻ അതിനു മുമ്പ് ആയിഷയോട് ചോദിക്കുന്നത് ആരാണ്? അപ്പൊ പറയുന്നുണ്ട് ഇതിന്റെ മുലകുടി സഹോദരനാണ്. അപ്പൊ പ്രവാചകൻ പറയുന്നുണ്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, വിസാൽ മീഡിയക്കാരനെ പോലെ ഞാൻ നുണ പറയില്ല. അപ്പോ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ആയിഷ പറയുന്നുണ്ട് ഇതെന്റെ മുലകുടി സഹോദരനാണ്. അപ്പൊ പ്രവാചകൻ ആയിഷയോട് ഒരു ഉപദേശം, ആയിഷ ശിശുപ്രായത്തിൽ മുലകുടിച്ചെങ്കിൽ മാത്രമേ സഹോദരനാകൂ. അപ്പോ ഏത് പ്രായത്തിൽ മുലകുടിച്ച സഹോദരനാണെന്ന് മനസ്സിലായല്ലോ. ആയിഷ കല്യാണവും കഴിച്ചിട്ടില്ല കേട്ടോ, കല്യാണം കഴിച്ചിട്ടുണ്ട്, പ്രസവിച്ചിട്ടില്ല. മനസ്സിലായല്ലോ. കുറച്ചു കഴിഞ്ഞപ്പോൾ അലി നിരാശനായി തിരിച്ചു വരുന്നു. അപ്പോ പ്രവാചകൻ ചോദിച്ചു എന്തു പറ്റി? അപ്പൊ പറഞ്ഞു, പ്രവാചകരെ ഞാൻ പോയപ്പോൾ ഒരു കരയുള്ള മുണ്ടും കൊണ്ട് അയാള് കിണറ്റിൻകരയിൽ കുളിക്കാൻ നിൽക്കുക. അപ്പൊ അയാൾ ഉറപ്പിച്ചു പരിപാടിയൊക്കെ കണ്ട് കുളിക്കാൻ പോകാന്ന് വിചാരിച്ചു. അപ്പോ അദ്ദേഹം തിരിച്ചു വന്നിട്ട് പറഞ്ഞു,
അദ്ദേഹത്തിന് സുനയില്ല. അപ്പൊ ഒന്നും നടന്നിട്ടുണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് തലയെടുക്കാതെ തിരിച്ചു വന്നത് എന്ന് മനസ്സിലായല്ലോ. അബു അഫാഖ് എന്ന് പറയുന്ന 104 വയസ്സുകാരൻ പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി, അയാളുടെ തല വെട്ടി. അസ്മാ ബിന്തു മർവാൻ എന്ന സ്ത്രീ, ഇതൊക്കെ ചരിത്രങ്ങളാണ്. ഇതൊക്കെ ചരിത്രത്തിന്റെ സുവർണ ലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഇസ്ലാമിക വസ്തുതകളാണ്. അസ്മാ ബിന്തു മർവാൻ 5 മക്കള്. ഏറ്റവും ഒടുവിലുള്ള കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ അവരുടെ തലയെടുക്ക്, അവരുടെ മാറ് പിളർത്താനാണ് പ്രവാചകൻ കൽപ്പിച്ചത്. അങ്ങനെ മാറിൽ നിന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ വലിച്ചു പുറത്തേക്കിട്ടിട്ട് കത്തി കുത്തി ഇറക്കുകയാണ് ചെയ്തത് ആ സ്ത്രീയുടെ നെഞ്ചിലേക്ക്. തിരിച്ചു വന്നു, എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഞാൻ ചെയ്തു കഴിഞ്ഞു. പ്രവാചകൻ ചോദിച്ചു, അല്ലാഹ് ഇനിയും അവന്റെ റസൂലിനെയും ഏറെ സ്നേഹിക്കുന്ന ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് കൂടെ ഉള്ളവരോട് ഇല്ലാന്ന് ഇയാളെ കണ്ടോളാൻ. അസ്മാ ബിന്ത് മർവാനെ കൊന്നിട്ട് വന്ന ആളെ ഏത് ഇസ്ലാമിനെ കുറിച്ചാ താങ്കൾ പറയുന്നേ? ഏത് ഈമാനിനെ കുറിച്ചാ പറയുന്നേ? പ്രവാചകൻ കാണിച്ചു തന്നത് തന്നെയല്ലേ സഹിഷ്ണുത? അല്ലേ? ആ സഹിഷ്ണുതയെ കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കരഞ്ഞുകൊണ്ട് വല്ലാതെ സങ്കടപ്പെട്ട് ഹബീബായ നബിയുടെ അടുത്ത് വന്നു. സങ്കടപ്പെട്ട് പറഞ്ഞു, ഞാൻ ദേഷ്യം പിടിച്ചപ്പോ ഉമറിനോട് ഞാൻ എന്തോ പരുഷമായിട്ട് സംസാരിച്ചു. ഇനി പറയൂ, പൊരുത്തപ്പെടിക്കാൻ ഒരു പെരും മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുടെ മുന്നിൽ വന്ന് പൊട്ടിക്കരയാണ്. ഹബീബായ നബി പുറത്ത് തരും, സമാധാനിപ്പിച്ചു, പുറത്ത് നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വരണേ. എന്താ ഉമറെ, ഒന്ന് പറഞ്ഞതിന് എന്തിനാണ് നീ പൊരുത്തപ്പെട്ട് കൊടുക്കാത്തതെന്ന്? കണ്ണീരോടെയാണ് ആ മനുഷ്യന്റെ വരവ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് ഞാൻ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞുവെങ്കിലും ഞാൻ പിന്നെ ആലോചിച്ച് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന്. ഞാൻ പലയിടത്തും അബൂബക്കറിനെ തെരഞ്ഞു, കാണാനില്ല. അപ്പൊക്കെ തോന്നി നബിയുടെ അടുത്തുണ്ടാവും. അങ്ങനെ ഓടി വരാണ് ഞാൻ പുറത്തു കൊടുക്കാതിരിക്കോ? എന്റെ പ്രിയപ്പെട്ട അബൂബക്കർ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ഭക്തിസാന്ദ്രമായ സാഹചര്യത്തിൽ താങ്കളുടെ മുമ്പിലിരിക്കുന്ന മദ്രസ കുഞ്ഞുങ്ങൾ വിശ്വസിക്കും. എല്ലാവരും ഇതൊന്നും വിശ്വസിക്കില്ല. പ്രവാചകന്റെ ഈ അനുചരന്മാർ തമ്മിൽ തല്ലിയല്ലേ മരിച്ചത്, അല്ലേ? എങ്ങനെയാണ് ഉസ്മാൻ കൊല്ലപ്പെട്ടത്? എങ്ങനെയാണ് ഉമർ കൊല്ലപ്പെട്ടത്? ആരാണ് അലിയെ കൊന്നത്? പ്രവാചകന്റെ പ്രിയപുത്രിയായ ഫാത്തിമ മരിച്ചപ്പോൾ ആരൊക്കെയാണ് വന്നത്? അബൂബക്കർ മരണപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് ഫാത്തിമ മയ്യത്ത് കാണാൻ പോകാതിരുന്നത്? എന്തുകൊണ്ടാണ് അബൂബക്കറിനെയും ഉമറിനെയും പൂരത്തെറി പറഞ്ഞ് പ്രവാചകന്റെ സമ്പത്ത് ചോദിച്ചു കൊട്ടാരത്തിൽ വന്നിട്ട് തിരിച്ച് പിറുപിറുത്തുകൊണ്ട് ആയിഷ ഇറങ്ങിപ്പോയ ചരിത്രം താങ്കൾക്കറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ആ ഖിലാഫത്തിനെ കുറിച്ചും രാജവാഴ്ചയെ കുറിച്ചും ഞാൻ പറഞ്ഞു തരാം. പ്രവാചകൻ മരിക്കുമ്പോൾ പ്രവാചകൻ ഉണ്ടായിരുന്ന ഇന്നത്തെ കോടിക്കണക്കിന് സമ്പത്ത് അബൂബക്കർ പിടിച്ചു വെച്ചു. ഒടുവിൽ പ്രവാചകന്റെ മകൾക്ക് കൊടുത്ത ഫദക്ക് എന്ന ഭൂമി പോലും അബൂബക്കർ തിരിച്ചു പിടിച്ചു. ഇല്ലേ? കഥ ചോദിക്ക്, ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയാണ് ഉസ്മാൻ മരിച്ചത്? ആരാണ് ഉസ്മാനെ പിരടിക്ക് വെട്ടിക്കൊന്നത്? പറയാൻ ഒരുപാട് ചരിത്രമുണ്ട്. സമയം ഒരുപാട് വൈകിപ്പോകും. ഗർഭിണിയായ ഫാത്തിമയുടെ വീടിന് മണ്ണെണ്ണയൊഴിച്ച് തീയിട്ട് ഫാത്തിമയുടെ അടിവയറ്റിൽ ചവിട്ടി ഈ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടവരാണ് കൊന്നത്. ചരിത്രം പഠിക്കണം, ചരിത്രം പഠിക്കണം. എന്നിട്ട് വേണം ഇസ്ലാമിന്റെ സമാധാനം വന്ന് വാരി വിതറാൻ. ഇത്ര സഹിഷ്ണുതയുള്ള, ഇത്ര കാരുണ്യം പറഞ്ഞെന്ന് പഠിപ്പിച്ചൊരു മതത്തിനെ വിമർശിക്കാനുള്ള ഒരു ക്വാളിറ്റി എങ്കിലും വേണ്ടടോ ടീച്ചറെ നിങ്ങൾക്ക്? അതാണ് ഫക്രുദ്ദീനെ ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്കൊരു ലെവലേശം ക്വാളിറ്റി ഉണ്ടോ? ഈ ഇസ്ലാമിനെയും പൊക്കിപ്പിടിച്ച് ഇസ്ലാമിന്റെ സഹിഷ്ണുതയും സാഹോദര്യവും നുണകൾ പറയാതെ സമർത്ഥിക്കാൻ താങ്കൾക്ക് കഴിയുമോ? ഞാൻ താങ്കളെ ചാലഞ്ച് ചെയ്യുകയാണ്. താങ്കളുമായിട്ടൊരു സംവാദത്തിനിരിക്കാൻ ഞാൻ തയ്യാറുമാണ്. ഇസ്ലാമിന്റെ സമാധാനം അതൊന്ന് തെളിയിക്കാൻ താങ്കൾക്ക് നുണ പറയാതെ താങ്കൾക്ക് ഇത് സമർത്ഥിക്കാൻ ക്വാളിറ്റി ഉണ്ടോ? എന്റെ ക്വാളിറ്റിയെ കുറിച്ച് അളക്കുന്നതിന് മുമ്പ് താങ്കളുടെ ക്വാളിറ്റി എന്താണെന്ന് പറയണം. ഈ ഇസ്ലാമിനെ കുറിച്ച്, ഈ ഖുർആനിനെ കുറിച്ചും, ഈ ഹദീസിനെ കുറിച്ചും, ഈ പ്രവാചകനെ കുറിച്ചുമാണെങ്കിൽ അത് പറയാനുള്ള ക്വാളിറ്റി എനിക്കുണ്ട് 100%. താങ്കൾക്ക് 1%
നാടകം കളിച്ചിട്ട് എന്തിനാണ് ഹബീബായ നബി ഒരു അല്ല, താങ്കളെ പോലെ ഒരു നാടകക്കാരനു മാത്രമേ ഇങ്ങനെ വന്ന് അഭിനയിച്ച് തകർക്കാൻ പറ്റൂ. താങ്കളാണ് അഭിനയ മികവുള്ള കലാകാരൻ, നല്ല ഒരു ഒന്നാം തരം നാടകക്കാരൻ. പക്ഷെ ആ നാടകം പൊട്ടി പാളീസായി പോയത് എന്റെ മുന്നിലാണെന്ന് മാത്രം. അനുഭവത്തിൽ ഒന്നുണ്ട്, ഒരാള് വന്നിട്ട് മറ്റൊരാൾ വന്ന് ഇങ്ങനെ ചീത്ത പറയാണ്, മറ്റൊരാൾ വന്ന് ചീത്ത പറയുമ്പോഴൊക്കെ ഇയാളൊന്നും തിരിച്ചു പറയുന്നില്ല. ഹബീബായ നബി അവിടെ പ്രസന്റിലുണ്ട്. സഹിക്കാൻ വയ്യാണ്ടായപ്പോ ഇയാൾ അങ്ങോട്ട് തിരിച്ച് ചീത്ത പറഞ്ഞു. നബി വേഗം എഴുന്നേറ്റാ പോയി. ഇയാൾക്ക് സങ്കടമായി. നബി എഴുന്നേറ്റ് പോയപ്പോ നബിയോട് ചോദിച്ചു, നബിയെ എന്താണ് എന്നെ ചീത്ത പറഞ്ഞപ്പോ ക്ഷമയോടുകൂടി കേട്ടുന്ന അങ്ങ് ഞാനൊന്ന് തിരിച്ചു പറഞ്ഞപ്പോ എന്താ എഴുന്നേറ്റ് പോയത്? നബിയുടെ മറുപടി, നീ താങ്കളുടെ മദ്രസ കുഞ്ഞുങ്ങളോട് പോരെ? ഈ മദ്രസ പൊട്ട കഥകളൊക്കെ പറഞ്ഞ് ഇസ്ലാം എന്തോ വലിയ മഹത്തായതാണ് എന്ന് സമർത്ഥിക്കാൻ താങ്കൾ ശ്രമിക്കുമ്പോഴും താങ്കൾ മലർന്നു കിടന്ന് തുപ്പുവാണ്. ഇസ്ലാം എന്താണ്, ശരിയായ ഇസ്ലാം എന്താണ്, പ്രാമാണികമായ ഇസ്ലാം എന്താണ് എന്ന് തെളിയിക്കാൻ ഞാൻ നിർബന്ധിതയാകുകയാണ് താങ്കൾ കാരണം. പ്രവാചകനെ ഒരാൾ തന്തയ്ക്ക് വിളിച്ചാൽ പ്രവാചകനെ തന്തയ്ക്ക് വിളിച്ചവന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് അല്ലാഹുവാണ്. വാലറ്റവനല്ലടാ താൻ എന്ന് പറയുമ്പോൾ വാലറ്റവൻ നീയാണ് എന്ന് അല്ലാഹു പറയുവാണ് അവിടെ നിന്ന്. അതും പോട്ടെ, തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ ഗനാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ്. ഇനി അബൂലഹബ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അബൂലഹബ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തിനാണ് പടച്ച തമ്പുരാൻ അബൂലഹബിന്റെ ഭാര്യയെ ചീത്ത പറയുന്നത്? വിറക് ചുമട്ടിയ കാര്യമാവട്ടെ, അവരുടെ കഴുത്തിലൊരു വളയമുണ്ടാകട്ടെ, അതിന് പഠിച്ചോൻ എന്താ? അബൂലഹബിനെ പറഞ്ഞാ പോരെ? ഇത്തരം പൊട്ടക്കഥകളൊക്കെ വേറെ ആരോടെങ്കിലും പറയട്ടോ. ഇതൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാം ശരിയാണെന്നും മാനവികമാണെന്നും സമർത്ഥിക്കാൻ ഇറങ്ങിയതാ? ക്ഷമിച്ചു നിന്നപ്പോ മലക്കുകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കരുന്നു പാപമോചനത്തിന് വേണ്ടിയിട്ട്. നീ തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോ മലക്കുകൾ കൈവിട്ട് കളഞ്ഞല്ലോടാ മോനെ, ഞാൻ എങ്ങനെ അവിടെ നിൽക്കുന്നുള്ളത്? ഇങ്ങോട്ട് മലക്കുകളുടെ പ്രാർത്ഥനയെ കുറിച്ചൊന്നും വല്ലാതെ പറയണ്ട. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. ഈ പ്രവാചകനു വേണ്ടി അല്ലാഹു പ്രാർത്ഥിച്ചു. ആരോട്? ഇന്നല്ലാഹ, അല്ലാഹു വ മലായികതുഹു, മലക്കുകളും പ്രാർത്ഥിച്ചു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചവരെ, പ്രവാചകന് വേണ്ടിയിട്ട് നിങ്ങളും അങ്ങ് പ്രാർത്ഥിച്ചോളാൻ ഇന്നും ലോക മുസ്ലിമീങ്ങൾ മുഴുവനും കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം, അല്ലാഹുവേ ഇബ്രാഹിമിനും കുടുംബത്തിനും സമാധാനം ചെയ്തതുപോലെ നീ മുഹമ്മദിനും കുടുംബത്തിനും സമാധാനം ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് നബിക്ക് സമാധാനം കിട്ടിയോ? എന്തേ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നു? അല്ലാഹുവേ നീ അദ്ദേഹത്തിന്റെ മേൽ സമാധാനം ചൊരിയണേ. അതേപോലും അബൂബക്കർ എന്ന് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, അല്ലാഹു തൃപ്തിപ്പെട്ടവർ, റളിയ മാലിയാണ് ഉപയോഗിച്ചത്. അല്ലാഹു തൃപ്തിപ്പെട്ടവർ, അപ്പോൾ പ്രവാചകനേക്കാൾ താഴെയാണോ അബൂബക്കറും ഉമറും ഒക്കെ ഉള്ളത്? പലതും പറയേണ്ടി വരും ചോദിക്കുമ്പോ. അങ്ങോട്ട് ഉഷാറായിട്ട് പറയലല്ല, ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മാന്യതാണ്. ഇസ്ലാമിന് ചുക്കും സംഭവിക്കാൻ പോണില്ല. അത് പരിശുദ്ധ ഇസ്ലാമിന് ഒന്നും സംഭവിക്കുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇതൊക്കെ പറയണത് നിങ്ങൾ തന്നെയല്ലേ? ഞാൻ പറഞ്ഞു ഇസ്ലാം തകർന്നു പോകും ഞാൻ വിമർശിച്ചാലെന്ന്? ഇസ്ലാമിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങളല്ലേ പറയുന്നത് കുറച്ച് സ്ത്രീകൾ കുളിക്കാൻ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കല്ലേ എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ഇസ്ലാമിനൊന്നും പറ്റില്ല, ഒന്നും പറ്റില്ല എന്ന് നിങ്ങളല്ലേ പറഞ്ഞു? ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. തീരെന്നുള്ളത് അള്ളാഹുവിന്റെ മതമാണ്, അത് അള്ളാഹുവിൽ നിന്ന് വന്ന ഒന്നാണ്. ശരി, പടച്ചവൻ മുസ്ലിമാണ്, നമുക്കറിയാലോ. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന നിയന്ത്രകനായ നിയന്താവിന് മതമുണ്ട്. അത് ഇസ്ലാമാണ്. കാരണം അല്ലയോ അക്മൽതുലക്കും ദീനക്കും അലൈക്കും നിഅമതി വറളീതുലക്കും ഇസ്ലാം ദീൻ. അല്ലാഹുവിന്റെ മതം ഇസ്ലാമാണ്. ആ ഇസ്ലാമാണ് ഇന്നേ ദിവസം നിനക്ക് ഞാൻ തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നതെന്ന് പടച്ചവൻ പറയുന്നുണ്ട്. പടച്ചവൻ മുസ്ലിമാണ്, പടച്ചവന്റെ മതം ഇസ്ലാമാണ്. മുസ്ലിങ്ങളെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് തോന്നിവാസങ്ങൾ പറയാം. അതുകൊണ്ട് ജാമിദ ടീച്ചറെ, അല്ല, മുസ്ലിങ്ങളുടെ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് എന്ന് പറഞ്ഞാല് താങ്കൾ മുസ്ലിമാണോ? താങ്കളുടെ കാട്ടിക്കൂട്ടൽ ഇസ്ലാമികമാണോ? പ്രവാചകൻ പഠിപ്പിച്ചതാണോ? പ്രാമാണികമാണോ? നാടകം കളിച്ചിട്ട് ഭാര്യയും ഭർത്താവും കളിച്ചിട്ട്. അല്ല, ഭാര്യയും ഭർത്താവും കളിക്കണതൊക്കെ അവിടെ നിൽക്കട്ടെ, നാടകക്കാരൻ ആരാണ് എന്ന് ഇതിനോടകം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. താങ്കൾ വളവളാന്ന് പറയുന്നത് പോലെയല്ല, ഞാൻ വസ്തുതാപരമായി താങ്കൾ പറഞ്ഞത് അക്കമിട്ട് കേൾപ്പിച്ചിട്ടാ പറയുന്നത്, വെറുതെ അല്ല പറയുന്നത്.
അപ്പോൾ ഭാര്യയും ഭർത്താവും കളിക്കുന്നത് പ്രവാചകന്റെ ചര്യ പിൻപറ്റുന്ന നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാ. ഈ കളിയും കുളിയും ഭാര്യ ഭർത്താക്കന്മാരുമായിട്ടുള്ള അച്ഛനമ്മ കളി ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം വൈൻ ഖിഫ്തുമല്ലാ തുഖ്സിതു ഫിൽ യതാമ ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബാ. ഈ 2 3 4 ഒക്കെ കെട്ടി കളിക്കാലോ. അത് നിങ്ങളുടെ രീതിയാണ്. അത് വെച്ചിട്ട് എന്നെ ആരോപിക്കരുത്. സന്ദർഭങ്ങൾ ഇസ്ലാമിന്റെ മേത്ത് കുതിര കയറാൻ നിൽക്കണ്ട. നല്ല യുക്തിവാദികളെ നമുക്കറിയാം. യുക്തമായ അല്ല, നല്ല യുക്തിവാദികൾ, ചീത്ത യുക്തിവാദികൾ, നല്ല മുസ്ലിങ്ങൾ, ചീത്ത മുസ്ലിങ്ങൾ, അതൊക്കെ താങ്കളുടെ ചിന്താഗതി പോലെയും താങ്കളുടെ മനോഗതി പോലെയും എന്ത് വേണമെങ്കിലും എടുക്കാം. പിന്നെ കുതിര കയറലും കഴുത കയറലും നാടകം കളിയും തരികിട കളിയും പിന്നെന്താണ് എന്തൊക്കെയോ ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ താങ്കളുടെ രീതിയാണ് സുഹൃത്തെ. ഇതൊന്നും ഞാൻ പഠിച്ചിട്ടുള്ള രീതികളല്ല. യുക്തി കൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവളൊരു മതത്തെ കുറ്റം പറയുന്ന പോലെയല്ല. അവർ എല്ലാവിധ തെറ്റിപ്പോയി, അതും തെറ്റി. ഇയാള് പറയണത് മൊത്തവും ബ്ലണ്ടറാണ്. യുക്തി കൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ ഫക്രുദ്ദീനും യുക്തിവാദിയാണ്. ഇദ്ദേഹം അത് സമ്മതിച്ചാലും ഇല്ലെങ്കിലും മീഡിയ ഉപയോഗിക്കുന്നത് ഇദ്ദേഹത്തിന്റെ യുക്തിയ. ഖുർആൻ ഹദീസുവാ ആണോ? ഫോട്ടോ, വീഡിയോ, ഇന്റർനെറ്റ്, യൂട്യൂബ് താങ്കളുടെ യുക്തിയ. ഇന്ന് താങ്കളുടെ ശബ്ദം ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ ജൂതനുണ്ടാക്കി ഈ മീഡിയ ഉപയോഗിക്കണം. ഇത് ഖുർആനും ഹദീസുമാണോ? പ്രവാചകൻ പഠിപ്പിച്ചതാണോ ഇത്? അല്ല, ഇതൊരു യുക്തിയ. റൊട്ടി തിന്നു തൊണ്ടയ്ക്കിരുന്നു ഖുർആനും ഹദീസും പറഞ്ഞിട്ടല്ല താങ്കൾ വെള്ളം കുടിക്കുന്നത്. അപ്പോ സാധാരണ നോർമൽ ലെവലിലുള്ള മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും യുക്തി ഉപയോഗിക്കുന്നവനാണ്. ആചാരങ്ങൾക്കെതിരെ ശബ്ദിക്കുന്ന ആളുകളാണ്. കേരളത്തിലെ യുക്തിവാദികൾക്ക് സംഘികളുടെ മനസ്സാണ്. എന്റെ അഭിപ്രായമാണ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. അത് രവീന്ദ്രനായാലും വേണ്ടില്ല. അല്ല, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സുഡാപ്പികളുടെ മനസ്സാണെന്ന് ഞാൻ പറഞ്ഞാലോ? കേരളത്തിലെ മുസ്ലിമുകൾക്ക് പോപ്പുലർ ഫ്രണ്ടുകാരന്റെ മനസ്സാണ്. അത്രയും തീവ്രത സംഘികൾക്കുണ്ടാവും. പോപ്പുലർ ഫ്രണ്ടുകാരന്റെ മനസ്സാണ്, SDPI-കാരന്റെ മനസ്സാണ്, ഹമാസ് തീവ്രവാദികളുടെ മനസ്സാണ്, ISIS ഭീകരരുടെ ചിന്താഗതിയാണ്. സംശയമുണ്ടെങ്കിൽ ചോദിക്കണം, പ്രൂവ് ചെയ്തു തരാം. എന്താണ് ജബ്ബാർ മാഷാരും വേണ്ടില്ല, വേറെ ഏതൊക്കെ ചങ്ങായിമാരുണ്ട്. ഒരു കേരള യുക്തിവാദികൾ പൊതുവായ മനസ്സിൽ സംഘി മനസ്സാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. സത്യം പറയുന്നവരെ ഒക്കെ പിടിച്ചങ്ങ് സംഘികളാക്കിയാൽ എന്ത് ചെയ്യും ഫക്രുദ്ദീനെ? അങ്ങനെയാണെങ്കിൽ സംഘികൾ മാത്രമേ ഉണ്ടാകത്തുള്ളല്ലോ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഇനിയും വരണം. ഒരു ഡിബേറ്റിന് താങ്കൾ ഇരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് വീണ്ടും പറയുന്നത്. നന്ദി.